ദുബായ് എയർ ഷോക്കിടെ ഇന്ത്യയുടെ പോർ വിമാനം തേജസ് തകർന്നു വീണു. പൈലറ്റിന് വീരമൃത്യു. ദുബായ് സമയം 2:10 അപകടം. അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിന് അടുത്തായിരുന്നു അപകടം. വിവരങ്ങളുമായി MG മിഥുൻ. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ ഏറ്റവും വിശ്വസിക്കാവുന്ന തേജസ് പോർ വിമാനമാണ് ദുബായിൽ എയർ ഷോക്കിടെ വ്യോമാഭ്യാസത്തിനിടെ തകർന്നു വീണത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനമാണ് ദുബായിൽ തകർന്നു വീണത്. ഇന്ത്യൻ സമയം 3:40 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് വീരമൃത്യു വരിച്ചു. അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഒരു അന്വേഷണം കൂടി ഈ അപകടത്തിനിടയാക്കിയ കാരണം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ദുബായ് എയർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് ആകാശത്ത് വ്യോമാഭ്യാസം നടത്തുകയും ചെയ്തിരുന്നു. 3 വിമാനങ്ങളായിരുന്നു ഈ ഒരു അഭ്യാസ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് തകർന്നു വീണത്. അതായത് 3:30 ഈ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അരികെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ത്യൻ വ്യോമസേന പിന്നീട് ഇതിന്റെ അപകടം സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു. അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ്. അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെക്കുകയും ചെയ്തു. ഇന്നായിരുന്നു അവസാന ദിവസം. ദുബായ് എയർ ഷോയിൽ കാഴ്ചക്കാർക്കായി തുറന്നിരുന്ന തേജസ് യുദ്ധവിമാനത്തിന്റെ പ്രദർശനവും ഇതോടെ നിർത്തിവെച്ചിട്ടുണ്ട്. അഭ്യാസ പ്രകടനം നടത്തിയ വിമാനത്തിന് പുറമെ കാഴ്ചക്കാർക്കായി ഗ്രൗണ്ടിൽ മറ്റൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവുമാണ് തദ്ദേശവുമായി വികസിപ്പിച്ചെടുത്ത ഈ ലഘു യുദ്ധവിമാനമായിട്ടുള്ള തേജസ്. MiG-21 കാലപ്പഴക്കം മൂലം MiG-21 കളമൊഴിഞ്ഞതിന് പിന്നാലെ അതിന് പകരക്കാരനായാണ് ഈ ഒരു തേജസ് യുദ്ധവിമാനത്തിന്റെ കടന്നുവരവ്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇതിന്റെ പരീക്ഷണ പറക്കലൊക്കെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ സൂപ്പർസോണിക് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളിൽ ഒന്നുകൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യയുടെ ഈ വ്യോമസേനയുടെ ഭാഗമായി വരുന്നത്. എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനം പോർവിമാനം കഴിഞ്ഞ 23 വർഷമായി ഇന്ത്യയുടെ ഭാഗമായുണ്ട്. ഈ 23 വർഷത്തിനിടയിൽ ആദ്യമായി കഴിഞ്ഞ വർഷം 2024 ജയ്സാൽമറിൽ വെച്ച്, രാജസ്ഥാനിലെ ജയ്സാൽമറിൽ വെച്ചാണ് ആദ്യമായി തകർന്നു വീഴുന്നത് ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു അപകടമായിരുന്നു തേജസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അന്ന് അത്ഭുതകരമായി തേജസ് പറത്തിയ വ്യോമസേന പൈലറ്റ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീറോ ഗ്രാവിറ്റിയിൽ പോലും ഇത്തരത്തിൽ ഈ സീറ്റ് ഇജക്റ്റ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ പൈലറ്റിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അന്ന് പൈലറ്റ് അവിടെ രക്ഷപ്പെട്ടത്. പക്ഷേ ഇന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. ഈ വ്യോമാഭ്യാസം നടക്കുന്നതിനിടെ പൊടുന്നനെ ഇത് താഴേക്ക് പതിക്കുകയായിരുന്നു. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ താഴേക്ക് വന്ന് പതിക്കുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പോലും ഈ പെട്ടെന്ന് സീറ്റ് ഇജക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പൈലറ്റിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പരിശോധന ഉണ്ടാവും. എന്താണ് ഇതിൽ സംഭവിച്ചത്, ഏതെങ്കിലും തരത്തിൽ അട്ടിമറി സാധ്യതകളുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോർവിമാനത്തിൽ നിന്ന് ഓയിൽ ലീക്കേജ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചില ചിത്രങ്ങൾ, അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യ തന്നെ ഇതിൽ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ വ്യാജമാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല, അതെല്ലാം തന്നെ തള്ളിക്കൊണ്ട് വ്യോമസേന തന്നെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പൈലറ്റിന് വീരമൃത്യു വരിച്ചു. ഈ സമയത്ത് അവിടെ ഈ പൊടുന്നനെ സമീപത്തേക്ക്, ഈ അൽ മക്തൂം വിമാനത്താവളത്തിന് സമീപത്തേക്കാണ് വന്ന് പതിക്കുകയും ചെയ്ത് അവിടെ വെച്ച് ഇതിൻ്റെ തുടർന്ന് തന്നെ അവിടത്തേക്ക് ഈ
രക്ഷാപ്രവർത്തനം അടക്കമുള്ള പ്രവൃത്തികൾ ആ സമയത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. വലിയ പൊടിപടലങ്ങൾ അവിടെ ഉണ്ടാകുന്നു. കറുത്ത പുകയൊക്കെ അനുഭവപ്പെടുകയായിരുന്നു. സമീപപ്രദേശമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള പോർവിമാനം കൂടിയായിട്ടുള്ള തേജസ് വിമാനമാണ് ഈ ഒരു വ്യോമാഭ്യാസത്തിനിടയിൽ തകർന്നു വീണത്. ശ്രീജ, എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ മിഥുൻ? നേരത്തെ ഈ ഓയിൽ ലീക്ക് ഉണ്ട് എന്ന തരത്തിലൊരു പ്രചാരണം ഉണ്ടാവുകയും അത് വ്യോമസേന തന്നെ നിഷേധിക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഇത്രയേറെ വിശ്വസ്തമായി ഏത് സാഹചര്യത്തിലും അതിജീവിക്കുമെന്ന അത്രയേറെ ആത്മവിശ്വാസം സൈന്യം വെച്ചു പുലർത്തുന്ന തേജസ് ഇങ്ങനൊരു അഭ്യാസ പ്രകടനത്തിനിടെ തകരുന്ന സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ആ തരത്തിലുള്ള വിശകലനങ്ങൾ വല്ലതും വരുന്നുണ്ടോ? ശ്രീജ, അതായത് ഈ ലോകത്തെ ഏറ്റവും പ്രധാന എയർ ഷോകളിൽ ഒന്നാണ് ഈ ദുബായിലെ ഈ എയർ ഷോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 ദിവസം ഇതിൻ്റെ വ്യോമാഭ്യാസങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നടപടിക്രമം എന്ന രീതിയിൽ എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ വ്യോമാഭ്യാസത്തിനായി ഈ യുദ്ധവിമാനങ്ങൾ പറന്നുയരുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ചില വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലടക്കം ഉയർന്നു വന്നത്. അതായത് ഈ എഞ്ചിന് സാങ്കേതികമായി ചില തകരാറുകളുണ്ട്, എഞ്ചിനിൽ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള ചില ദൃശ്യങ്ങളും അതിൻ്റെ ചില ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെ വ്യാപകമായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടന്നത്. പക്ഷേ അത് കോട്ട് ചെയ്തുകൊണ്ട് അതിനെതിരെ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഡിഫൻസ് മന്ത്രാലയം അതിൽ കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തു. അതൊരു വ്യാജ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തകരാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിൻ ചോർച്ചകളോ ഈ ഓയിൽ ചോർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് എല്ലാം ഇപ്പോൾ പ്രചരിക്കുന്ന എല്ലാം വ്യാജമായിട്ടുള്ള വാർത്തകളാണ് എന്ന തരത്തിലായിരുന്നു അതിനൊരു മറുപടി വരികയും ചെയ്ത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്നുള്ളതാണ് ചേർത്ത് വായിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായും ഈ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പോർ വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നു വരിക. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ നിയന്ത്രണം വിട്ടതാണോ, അല്ലെങ്കിൽ ഇത്രയും ഈ സീറോ ഗ്രാവിറ്റിയിൽ പോലും തന്നെ ഇജക്ട് ചെയ്ത് പൈലറ്റിന് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയുംത്തോളം പ്രത്യേകതയുള്ള ഒരു പോർ വിമാനം ഇങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയർന്നു വരാം. അതൊക്കെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ ദിക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു അന്വേഷണം IAF ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ്, ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനം കൂടിയാണ്. ആ തേജസ് ആണ് തകർന്നു വീണത്.